നമ്മളുടെ ഓരോരുത്തരുടെയും ഫിസിക്കൽ ലൈഫ് സ്റ്റൈൽ ശരിയാണോ എന്നറിയാൻ വളരെ എളുപ്പമാണല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇന്ന ഉറക്കമുണ്ടോ, ഇന്ന രീതിയിൽ ആക്ടിവിറ്റി ഉണ്ടോ, ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മളുടെ ഒരു മെൻ്റൽ ആക്ടിവിറ്റി, ആ ലൈഫ് സ്റ്റൈൽ അത് ശരിയാണോ എന്നറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ മെൻ്റൽ ലൈഫ് സ്റ്റൈൽ അതിനൊരു ബേസിക് ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് വേണം അല്ലേ. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് അത് ഇംപ്രവൈസ് ചെയ്യുന്നതും ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു രീതി, അല്ലാതെ അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല അല്ലെ. ഇന്നതുപോലെ അതിന് വേണ്ടി ചെയ്യല്ല, പക്ഷെ നിങ്ങളുടെ സാധാരണ ഒരു രീതി, അതാണ് ലൈഫ് സ്റ്റൈൽ. അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ലൈഫ് സ്റ്റൈൽ അതൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണോ എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മെൻ്റൽ ലൈഫ് സ്റ്റൈൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ എന്ന് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. അതിനിന്ന് നമ്മൾ മെഷർ ചെയ്യാൻ ഇന്ന് ഉപയോഗിക്കുന്ന പാരാമീറ്റർ ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടോ, ഡാൻസ് കളിക്കുന്നുണ്ടോ, പടം വരയ്ക്കുന്നുണ്ടോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ലൈഫിലുള്ള പ്രോബ്ലംസ് എത്ര ക്രിയേറ്റീവായിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അതിലെന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ? അതൊരു റൂട്ടീനായിട്ട് ഒരു സൈക്കിളിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ, എങ്ങനെയാണെന്ന് അറിയാതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സ് ഓഫ് ചെയ്ത് ചെയ്യാമല്ലേ. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, കുറേ നാൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ മനസ്സ് ഓഫ് ചെയ്തിട്ട് അത് മസിൽ മെമ്മറി കൊണ്ടും ചെയ്യാം. അങ്ങനെയല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡെയിലി ആക്ടിവിറ്റിയിലും എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ഡെയിലിയുള്ള ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക? നമ്മൾ ഡെയിലിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാട്ട് പാടുമോ, അതിനോടൊപ്പം ഡാൻസ് കളിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പോസിറ്റായിട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അങ്ങനെയല്ല. അതിനാദ്യം നിങ്ങൾ എന്താണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ മെൻ്റൽ ആക്ടിവിറ്റി എന്നുള്ള ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതെന്താണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒന്ന് ചായ ഉണ്ടാക്കുക. ആ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആരാണ് ആ ചായ വെച്ചത് എന്നുള്ളത്? നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫുഡ് അത് എങ്ങനെയാണോ എല്ലാ ദിവസവും അത് ഒരുപോലെ ഇരിക്കും. അതായത് ആ ഒരു റെസിപ്പി അവർ അങ്ങോട്ടും മാറ്റില്ല ഇങ്ങോട്ടും മാറ്റില്ല, കാരണം ആ ടേസ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ ആ ഫുഡിൻ്റെ ടേസ്റ്റിൽ നിന്ന് ഇതാരാണ് ഉണ്ടാക്കിയതെന്ന്? അതായത് ആ അയാളുടെ ഒരു സിഗ്നേച്ചർ ആ ഒരു ചായയിലുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ റൂം ഒന്ന് അടുക്കി വെച്ചിരിക്കുകയാണ്. ആ അടുക്കി വെച്ച രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ ആരാണ് അതിൽ കൈ കടത്തിയതെന്നുള്ളതല്ലേ. അതുപോലെ ഓരോ ആൾക്കാർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അതാണ് അവരുടെ ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ ഒരു സിഗ്നേച്ചർ ലീവ് ചെയ്യാറുണ്ടോ? നിങ്ങളൊരു റെസിപ്പി അനുസരിച്ചിട്ടോ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ടോ ജീവിതം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള എലമെൻറ്റ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റിയുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതത്ര ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ക്രിയേറ്റിവിറ്റി എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്തിനുള്ള എബിലിറ്റിയാണ്? എബിലിറ്റി ടു സ്റ്റേ കൺഫ്യൂസ്ഡ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയുള്ള ഒരു സ്റ്റേറ്റിൽ കുറച്ച് നേരമെങ്കിലും സ്ട്രെസ്ഫുൾ ആവാതെ ഇരിക്കാൻ കഴിയണം. അങ്ങനെയുള്ളിടത്തേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. സ്ട്രെസ്ഫുൾ അല്ലാതെ കൺഫ്യൂസ്ഡ് ആവുക എന്ന് പറയുമ്പം അതെന്താണല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനപ്പം തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ളതൊക്കെ എപ്പോഴും ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയയിൽ നിന്നായിരിക്കും ഉണ്ടാവുക, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നായിരിക്കും. പക്ഷെ നമ്മളുടെ ലൈഫിൽ അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുക. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ആവണം, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ ഉത്തരം എന്താണ്, അങ്ങനെ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇതിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യണം അല്ലേ. കൺഫ്യൂസ്ഡ് ആവണ്ട. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതും ചിത്രീകരിച്ചിട്ടുള്ളതും. പക്ഷെ കൺഫ്യൂസ്ഡ് ആയൊരിടത്ത് നിന്ന് മാത്രമേ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുള്ളൂ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ വേ ഓഫ് തിങ്കിങ്ങും ഒക്കെ വരണമെങ്കിൽ കൺഫ്യൂഷൻ അതിന് വേണ്ട ഒരു എലമെൻ്റാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിൽ ഓക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുകയാണ്, പക്ഷേ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല, ഞാനത് ഫിഗർ ഔട്ട് ചെയ്യും, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അതോ കൺഫ്യൂഷൻ നിങ്ങളെ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നുണ്ടോ? കൺഫ്യൂഷൻ നിങ്ങളെ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നത് കൺഫ്യൂഷനെ നമ്മൾ വളരെ മോശമായി കരുതുന്നത് കൊണ്ടാണ്. ആദ്യം ഇങ്ങനെ ഇത് പാടില്ല, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എന്താണ് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ കഴിവില്ലാത്തതുകൊണ്ടാണോ, എനിക്കിത് ഇത്രയും മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലേ? എന്നിട്ട് ഈ സ്ട്രെസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതേ സിറ്റുവേഷൻ വേറൊരാളുടെ ലൈഫിൽ വന്നപ്പോൾ അവരെങ്ങനെ ചെയ്തു എന്നാൽ അതുപോലെ ചെയ്യട്ടെ,
അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല. നിങ്ങൾ വേറെ ആരുടെയോ എന്തൊക്കെയോ എക്സാമ്പിൾസ്, ഇന്ന ആളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു, അത് തന്നെ ഞാനും ചെയ്യട്ടെ, അത് അവർക്ക് വർക്ക് ചെയ്ത് ഞാനും ട്രൈ ചെയ്യട്ടെ, ആ ഒരു മോഡിലേക്ക് പോകും. അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ പഴയ പാറ്റേൺ നിങ്ങളുടെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ പാറ്റേൺ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന് എന്തെങ്കിലും പുതിയതായിട്ടൊരു വേറെന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല. കൺഫ്യൂഷൻ നിങ്ങളെ എപ്പോഴേക്കും സ്ട്രെസ്ഡ് ആക്കി. കൺഫ്യൂഷൻ ഒരു മോശപ്പെട്ട കാര്യമല്ല. കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് നിങ്ങളെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മെൻ്റൽ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി അല്ലെ പുതിയ പുതിയ പ്രോബ്ലംസിനെ പറ്റി ക്യൂരിയസ് ആവുക, കൺഫ്യൂസ്ഡ് ആവുക, ഇതൊക്കെ നമ്മളുടെ മെൻ്റൽ ലൈഫ് സ്റ്റൈൽ അത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമ്മളെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് പുതിയ പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതൊക്കെ. അതിനെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ടതോ റിജക്റ്റ് ചെയ്യേണ്ടതോ കാര്യമില്ല. അതിൽ നിന്ന് ഓടിപ്പോകാനും ശ്രമിക്കേണ്ട. ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കുറച്ച് നേരമെങ്കിലും സ്ട്രെസ്ഡ് ആവാതെ നിൽക്കാമെങ്കിൽ അതിൽ നിന്ന് വരുന്ന സൊല്യൂഷൻസ് അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.